പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത് ബീഹാറിലാണ് എന്ന കാര്യത്തിൽ എതിരഭിപ്രായം വരുന്നുണ്ട് എന്നെങ്കിൽ പോലും അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എവിടെ ഇരുന്നാലും ഏത് ഭാഗത്തായിരുന്നാലും ഈ ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കും കൃത്യമായ മറുപടി രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൈനിക നടപടി അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അതുണ്ടാവുക തന്നെ ചെയ്യും. ഈ സമയത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രതിപക്ഷം ആ ഒരു ഔചിത്യം കാണിച്ചിട്ടുണ്ട്, ആ ഒരു രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുമുള്ളത്. അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നുള്ളൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് അതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രാജ്യം രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം, രാജ്യം ഒരുമിച്ച് തന്നെയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ലീഗ് എം പി പറഞ്ഞതുപോലെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെ കൃത്യമായും എതിർക്കേണ്ടത്, അതിൽ കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ഈ സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട്. അതിനിപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നമുക്കുണ്ട്. ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആ പ്രതികരണം വന്നിട്ടുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് സാങ്കേതികമായി പാകിസ്ഥാനാണ് ഇതിൽ പിന്നിൽ എന്നുള്ളത് കൃത്യമായി തെളിയിക്കേണ്ടി വരും. ആ ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. നമ്മൾക്ക് അറിയാം പാകിസ്ഥാനാണ് ചെയ്തതെന്ന്. പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അത് അറിയിക്കാൻ ഇത് കൃത്യമായിട്ടും അതിനുള്ള തെളിവ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തെളിവ് നമ്മളുടെ കയ്യിലുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.